ഇവിടെയാണ് കാളയെ കെട്ടുന്നത് ഗൈസ്. ഇതൊക്കെയാണ് നമ്മുടെ കാള. കാളയെ കെട്ടുന്നത് അഭിലാഷണ്ണൻ. അവിടെയും നഷ്ടക്കണക്കാണ് ഗൈസ്. നമ്മളിപ്പോൾ കെട്ടാൻ പോകുന്ന കാള ഇതാണ് ഗൈസ്. കെട്ടാൻ പോവല്ല, തുണി അഴിച്ചിട്ടാൻ പോവാം. കാള കെട്ടില്ല, ആദ്യം നമ്മൾ കാള അഴിക്കും. ഏത് കാളയാണെന്ന് നമുക്ക് അറിയത്തില്ല, നമുക്ക് നോക്കാം. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ പണി തുടങ്ങിയിരിക്കുന്നു. ലക്ഷ്ണ, നമ്മൾ എന്ത് പണിയാണ് ചെയ്യുന്നത്? നമ്മൾ കാളയെ കെട്ടും. നമ്മൾ ഈ കാളയുടെ അഴുക്കായ വെള്ളം മാറ്റിയിട്ട് വേറെ വെള്ളം ഇടാനുള്ള നമ്മുടെ ജോലി. നമ്മൾ വേറെ വെള്ളം ഇടാനുള്ള പ്ലാനിങ് ആണ്. ഗൈസ്, അങ്ങനെ നമ്മൾ ആദ്യം കാളയുടെ മണി അഴിക്കാൻ പോവുകയാണ്. ഇതെന്തോ ഇത്? അതെ ഗൈസ്, മണിമറ. അപ്പം നമ്മൾ വെള്ളം മാറ്റല്ലേ, വെള്ളം മാറ്റി പുതിയ വെള്ളം ഇടാനുള്ള പ്ലാനിങ്ങാണ്. അതിന് മണി ഊരണം, ഈ ഒരിക്കലും അഴിക്കണം, പിന്നെ ഈ വെള്ളമെല്ലാം മാറ്റണം. ഇത്രേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ പകുതി ചെയ്തിട്ട് വരാം, അല്ലേ? ഗൈസ്, അങ്ങനെ കാളയുടെ ഉരുക്ക് നമ്മൾ അഴിക്കാൻ പോവുകയാണ്. ഇങ്ങനെയാണ് കാളയുടെ ഉരുക്ക് നമ്മൾ അഴിക്കുന്നത്. തയ്ച്ചിട്ട് വീണ്ടും നമ്മളിത് ഫുള്ള് സെറ്റ് ചെയ്യണം. അടുത്ത വെള്ളം ഇട്ടിട്ട് പിന്നെ നമ്മൾ വീണ്ടും ഫുള്ള് സെറ്റ് ചെയ്യണം. ചുമന്ന ആളെ ഇപ്പോൾ തൽക്കാലത്തേന് നമ്മൾ ഒന്നിച്ചേണ്ട, കാരണം അതിന് അഴിക്കില്ല. നമ്മുടെ പണിക്കാരനാണ് സുഹൃത്തുക്കളെ. ഒന്ന് നോക്കി ഇങ്ങനെ നോക്കട്ടെ, പിന്നെ എല്ലാവരും അത് കാണണ്ടേ. പണിയെടുക്കാൻ സമ്മതിക്കത്തില്ല. കഴിഞ്ഞ് അവൻ പണിയെല്ലാം കഴിച്ചു കേട്ടോ. ആത്മാർത്ഥമുള്ള പയ്യന. ഏകദേശം കഴിയാറായിട്ടുണ്ട്. നമുക്ക് നോക്കാം എത്ര മിനിറ്റ് കൊണ്ട് തീരുമെന്ന്. എപ്പോൾ തീരുവിടെ ഇത്? ഒരു മണിക്കൂർ കൊണ്ട് തീരുമോ? ശരിടാ, നോക്കാം. മണിയൊക്കെ അങ്ങനെ തന്നെ ഇട്ടാൽ മതിയോ? കുഴപ്പമില്ലേ? നമുക്ക് വീണ്ടും അടുത്ത പണി കിട്ടി ഗൈസ്. കാളയുടെ മണ്ടയ്ക്കൊന്ന് ഫോൺ താഴെ വീണ് ഡിസ്പ്ലേ പോയി. പക്ഷെ എന്തോ ചെയ്യാനാണല്ലേ. കാളയുടെ തുണിയെല്ലാം അഴിച്ച് നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് കഴുകണം.